ഇന്ന് നമുക്ക് മോര് കാച്ചിയത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചോറിന് വേറെ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് മോരുണ്ടെങ്കിൽ മോര് തന്നെ എടുക്കുക. 2 കപ്പ് മോരെടുക്കുക. ഞാനിവിടെ 1 കപ്പ് കട്ട തൈരാണ്, നല്ല പുളിയുള്ള കട്ട തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈര് നമുക്ക് ആദ്യം ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാൻ തൈര് വിസ്ക് വെച്ച് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. തൈര് എടുക്കുന്ന സമയത്ത് തണുപ്പില്ലാത്ത തൈര് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് ഈ ഒരു തൈരിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തൈരിന് 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി ഒരു വെള്ളം ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്താലും മതി. ഇപ്പം ഞാനിവിടെ തൈരും വെള്ളവും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർക്കാം. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ചെറിയ ഉള്ളി ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി ഈ ഒരു എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചിയാണ്. ഞാനിവിടെ ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ഉണ്ടാകും. ഈ ഒരു ഇഞ്ചി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുകൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ ഒരു മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത്രയും പൊടികളാണ് ചേർക്കുന്നത്. ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെക്കാം. അതിന് ശേഷം വേണം നമ്മൾ അടിച്ചു വെച്ച മോര് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പൊടികളുടെ പച്ചമണമെല്ലാം പോകുന്നത് വരെ ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മോര് ഒഴിച്ചു കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഈ ഒരു മോര് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു മോരൊന്ന് ഒഴിച്ചതിന് ശേഷം മോരൊന്ന് ചെറുതായി ഒന്ന് ചൂടായി വന്നാൽ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഒരുപാട് അങ്ങ് തിളപ്പിച്ചെടുക്കരുത്. മോര് തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് മോര് ഒഴിക്കാൻ വേണ്ടിയിട്ട്. മോര് ചെറുതായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.